നമസ്തേ. 23/8/2025 ശനിയാഴ്ചത്തെ ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത്. മേടം, ഇടവം, മിഥുനം, തുലാം രാശിക്കാർക്ക് ശുഭകരമാണ്. ചിങ്ങം, കന്നി, വൃശ്ചികം, ധനു, മീനം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. കുംഭം രാശിക്കാർക്ക് ദോഷമാണ്. കർക്കിടകം, മകരം രാശിക്കാർക്ക് കഠിന ദോഷം ആണ്. ഒരു കമൻ്റായിട്ട് വന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ വന്നതാണ്, എൻ്റെ വീഡിയോയിൽ വന്നതാണ്. പലരും പലതാണ് പറയുന്നത്. ഒരേ രാശിയുടെ ഫലം തന്നെ പലരും പലത് പറയുന്നതെന്നാണ്. അപ്പോൾ ഏതാണ് ശരിയെന്നാണ്. അനുഭവത്തിൽ നിന്ന് നിങ്ങൾക്ക് ഏതാണോ ശരി ആ വ്യക്തിയെ നിങ്ങൾ ഫോളോ ചെയ്യുക. അതാണ് ഇതിനകത്ത് പ്രധാനം പറയാൻ കാരണം. ഞാൻ ഇടുന്ന ഒരു വീഡിയോയ്ക്ക് എനിക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതേപോലെ ഓരോരുത്തർക്കും ഓരോ പ്രത്യേകതകളുണ്ടാവാം. എൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും അല്പം നേരത്തെ മനസ്സിലാക്കുകയും അത് വരാതിരിക്കുന്നതിന് വേണ്ട ബോധപൂർവമായ കാര്യങ്ങൾ ചെയ്ത് ആ പ്രയാസങ്ങളിൽ നിന്ന് മോചനം കിട്ടുകയും ചെയ്യണം എന്ന ഉദ്ദേശത്തോടെയാണ് ഞാൻ എൻ്റെ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോയിൽ കുറച്ച് ദോഷഫലങ്ങളൊക്കെ കൂടുതലായിട്ട് പറയും. അപ്പോൾ ദോഷങ്ങൾ കേൾക്കാൻ പ്രയാസമുള്ളവർ ഇത് കേൾക്കാതിരിക്കുക. കാരണം ചിലരെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് കാര്യങ്ങൾ കേൾക്കുന്നതായിരിക്കും ഗുണം. അവർക്ക് കൂടുതൽ മനസ്സിന് സന്തോഷം ഉണ്ടാകുന്ന കാര്യങ്ങൾ കേൾക്കുന്നതായിരിക്കും. പക്ഷേ ഇവിടെ ഞാൻ പറയുന്നുണ്ട് പോസിറ്റീവ് കാര്യങ്ങൾ, പക്ഷേ എങ്കിലും ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് കുറച്ച് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുന്നുവെങ്കിൽ അതിനാണ്. അങ്ങനെ ഉണ്ടാകും എന്നറിയുമ്പോൾ അത് ഉണ്ടാകാതിരിക്കാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും അതിലൂടെ നമുക്ക് വരേണ്ട ദോഷങ്ങളിൽ നിന്ന് നമുക്ക് മാറാൻ കഴിയുകയും അവിടെ ഗുണം കിട്ടിയില്ലെങ്കിലും ദോഷം ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കാൻ കഴിയും. അത് ദോഷമുണ്ടെന്ന് അറിഞ്ഞാലല്ലേ നമുക്കങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റൂ. അങ്ങനെ ശ്രദ്ധിച്ചാലല്ലേ ദോഷങ്ങളില്ലാതെ നമുക്ക് ഒരു അനുഭവത്തിലേക്ക് മാറ്റി നിർത്താനായിട്ട് പറ്റൂ. നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ കഴിയും. ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് എൻ്റെ ഫലത്തിൽ ഒരല്പം ദോഷകരമായ കാര്യങ്ങളൊക്കെ കൂടും. അതാണ് അതിനകത്ത് പറയാനുള്ളത്. അപ്പോൾ അത് പിന്നെ ആരുടെ വീഡിയോയാണോ നിങ്ങൾക്ക് ജീവിതത്തിൽ അല്ലെങ്കിൽ മനസ്സിന് ഗുണം കിട്ടുന്നത് അല്ലെങ്കിൽ അനുഭവത്തിൽ ഗുണം കിട്ടുന്നത് അവരെയാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. ഇപ്പോൾ എല്ലാവരും ഒരേ കാര്യങ്ങളിൽ ഒരേ അഭിപ്രായം പറഞ്ഞുകൊള്ളുന്നില്ല. ആധുനിക വൈദ്യശാസ്ത്രത്തെ പോലും വ്യത്യസ്തമായ ഡോക്ടർമാർക്ക് വ്യത്യസ്ത അഭിപ്രായമായിരിക്കും. ഒരേ അസുഖത്തിന് 4 ഡോക്ടർമാരെ കണ്ടാൽ അവർ വ്യത്യസ്തമായ രീതിയിലായിരിക്കും അതിനെ കാണുന്നത്. സംശയമുണ്ട് നോക്ക്. രോഗം അതാണെന്ന് പറയും, പക്ഷേ അതിൻ്റെ ചികിത്സാ രീതിയിൽ അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ അതിൻ്റെ മറ്റു കാര്യങ്ങളിലൊക്കെ ഓരോരുത്തർക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാവും. ഇവിടെ അതുതന്നെയാണ് ഈ കാര്യത്തിലും ഉണ്ടാകുക. കാരണം ഇത് മനുഷ്യർ കൈകാര്യം ചെയ്യുന്നതാണ്. മനുഷ്യർ കൈകാര്യം ചെയ്യുമ്പോൾ അവരുടെ മാനസിക വ്യാപാരത്തെ കൂടെ ഏതൊരു പ്രശ്നവും ബാധിക്കും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാകാതിരിക്കണം, അങ്ങനെ ഉണ്ടാകുന്നതിനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കണം. അങ്ങനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നതിലൂടെ അവർ ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുകയും അവരുടെ ജീവിതത്തിൽ ബോധപൂർവമായ ശ്രമത്തിലൂടെ അവർക്ക് ദോഷങ്ങൾ വരാതെ ഗുണഫലങ്ങൾ കിട്ടിയില്ലെങ്കിലും ദോഷങ്ങൾ വരാതിരിക്കാനുള്ള ശ്രദ്ധ അവർക്കുണ്ടാകണം എന്നും കൂടെ ആഗ്രഹിച്ച് ഞാൻ ചെയ്യുന്ന വീഡിയോയിൽ ഇങ്ങനെയേ പോകാൻ കഴിയും. മറ്റേതെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ പറഞ്ഞു തന്നാൽ നമുക്കത് മാറ്റം വരുത്താവുന്നതാണ്. ഈ മാറ്റം വരുത്താം. എൻ്റെ ഉദ്ദേശം ഇതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പോകുന്നത് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് അത് മനസ്സിലാക്കി എന്നെ പിന്തുടരുക. അതാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഉദ്ദേശത്തെ മനസ്സിലാക്കിക്കൊണ്ട് എന്നെ പിന്തുടരുക. പിന്നെ കലിയുഗത്തിലാണിത്. കലിയുഗത്തിൽ വലിയ വലിയ പരിഹാര കർമ്മങ്ങൾ ചെയ്യുന്നതിലല്ല പ്രാധാന്യം എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നാമജപത്തിനാണ് പ്രാധാന്യം.
നാമജപം ഏകാഗ്രമായി വീട്ടിലിരുന്നൊന്നും കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തുക, ക്ഷേത്രത്തിൽ പോവുക, അവിടെ പോയി കുറച്ച് നേരമെങ്കിലും ഇരുന്ന് നാമം ജപിക്കുക. അവിടെയും നാമജപത്തിന് തന്നെ പ്രാധാന്യമുണ്ട്. അപ്പോൾ നാമം ജപിക്കുക. ഇതൊക്കെ ആണ് ചെയ്യേണ്ടത്. ഇതിനൊന്നും ഒരു നിർവാഹവും ഇല്ലാത്ത അവസ്ഥയിലുള്ളവർക്ക് ഹോമാദി കാര്യങ്ങളൊക്കെ ആവും. എങ്കിലും അതൊക്കെ ചെയ്താലും നാമജപത്തിന് അതിൻ്റെ പ്രാധാന്യം ഉണ്ട് കലിയുഗത്തിൽ. പരിഹാര കർമ്മത്തിൽ എൻ്റെ ഒരു കാഴ്ചപ്പാട് അതാണ്. അതും വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ്. ഞാൻ പറഞ്ഞല്ലോ, പരിഹാര കർമ്മങ്ങളിലൊക്കെ ഓരോരുത്തർക്കും വ്യത്യസ്തമായ ചില കാഴ്ചപ്പാടുകളുണ്ടാവും. അപ്പോൾ ഹോമങ്ങൾ നടത്തിയാലും വലിയ വലിയ പൂജകൾ നടത്തിയാലും നാമജപത്തിന് വളരെ പ്രാധാന്യമുണ്ട്, വലിയ പ്രാധാന്യമുണ്ട് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ പരിഹാര കർമ്മങ്ങളിലും ഏറ്റവും കൂടുതൽ നാമജപവും ക്ഷേത്ര ദർശനവും ഒക്കെ ആയ ലളിതമായ പരിഹാര കർമ്മങ്ങളായിരിക്കും കൂടുതലും. ചിലപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം ഒരു മാർഗവും ഇല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ മറ്റു പരിഹാര കർമ്മങ്ങൾ നൽകാറും ഉണ്ട്. അത് അപൂർവമായിട്ട് മാത്രമേ ഉള്ളൂ. ഇതാണ് എൻ്റെ വീഡിയോ ചെയ്യുന്നതിൻ്റെ ലക്ഷ്യം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അത് മനസ്സിലാക്കി നിങ്ങൾ എൻ്റെ വീഡിയോയെ ഫോളോ ചെയ്യുക. അങ്ങനെ ഇതിനിങ്ങനെ താല്പര്യമുള്ളവർ മാത്രം അത് ഫോളോ ചെയ്യുക. അതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ടാണ് പലരും പല രാശിക്കും പല വ്യത്യസ്തമായ കാര്യങ്ങൾ പറയുന്നത് അവരവരുടെ മാനസികാവസ്ഥ വെച്ചായിരിക്കും. ചിലർ നല്ല കാര്യങ്ങൾ കേട്ടാലാണ് ആളുകൾക്ക് മേന്മയുണ്ടാകും, ഗുണമുണ്ടാകും, അതുകൊണ്ട് നല്ലത് മാത്രം പറയാം എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ അബദ്ധത്തിൽ ചെന്ന് ഞാൻ ആകെ ഉന്മേഷവാനാണ്, എനിക്കൊരു പ്രശ്നമില്ലല്ലോ എന്നും പറഞ്ഞാൽ അവർ ചെന്നാൽ അത് അബദ്ധത്തിലേക്കാണെങ്കിലോ അത് കരുതിക്കൊണ്ട് ഞാൻ ദോഷഫലങ്ങളെ തന്നെ പ്രാധാന്യം കൊടുക്കുന്നു. നമുക്ക് ഇനി വിശദമായ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ, നിങ്ങളിത് ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിർബന്ധമായും എൻ്റെ ഈ വീഡിയോ ഫോളോ ചെയ്യുന്നവർ നിങ്ങളുടെ ഈശ്വരനാമം കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഇഷ്ടദേവതയുടെ നാമം കമൻറ്റ് ചെയ്യുക, ദേവതയുടെ നാമം കമൻറ്റ് ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾക്കും അതുകൊണ്ട് ഗുണമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ദേവതാനാമം കമൻറ്റ് ചെയ്യാൻ പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അതിനുശേഷം എഴുതിക്കോ. ദേവതാനാമം കമൻറ്റ് ചെയ്യുമ്പോൾ അതിലൂടെ നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളും ആ ദേവതാ സങ്കല്പത്തിലേക്ക് 1 മിനിറ്റ് എങ്കിലും അല്ലെങ്കിൽ 1 സെക്കൻഡെങ്കിലും ലയിച്ചു ചേരും. ആ ലയിച്ചു ചേരുന്നത് നിങ്ങളുടെ ദുരിതങ്ങളെ ഒരു പരിധി വരെ മാറ്റി നിർത്താനായിട്ട് സഹായിക്കും, നിങ്ങളറിയാതെ സഹായിക്കും. അതുകൊണ്ടാണ് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ദേവതാനാമം കമൻറ്റ് ചെയ്യൂ എന്ന് നിങ്ങളോട് പറയുന്നത്. നമുക്കിനി വിശദമായ വീഡിയോയിലേക്ക് വരാം. ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങളുടെ കമൻറ്റുകൾക്ക് മറുപടി കിട്ടുന്നില്ലെങ്കിൽ, മറുപടി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കമൻ്റ് ആണെങ്കിൽ അത് ഒന്നും കൂടെ കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എൻ്റെ ശ്രദ്ധയപ്പെടാത്തതുകൊണ്ടായിരിക്കാം. അങ്ങനെ വന്നാൽ വീണ്ടും രണ്ടാമതും വന്നിട്ട് പറയുന്നില്ലെങ്കിൽ അത് വ്യക്തിപരമായ കമൻറ്റുകളായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചത് കൊണ്ടാണ് അത് വിട്ടുകളഞ്ഞതെന്നും കൂടെ കരുതുക. വ്യക്തിപരമായ ഫലങ്ങൾക്ക് ഇതിലൂടെ മറുപടി നൽകുന്നതല്ല. അതിനൊരു ഫീസുണ്ട്. അത് ഇതിനകത്ത് കാണുന്ന എൻ്റെ വാട്സാപ്പ് നമ്പറാണ്. അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്താൽ ആ ഫീസ് ഉണ്ട്. അത് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിപരമായ ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. വ്യക്തിപരമായ ഫലങ്ങൾ ലഭിക്കാൻ അങ്ങനെ ശ്രദ്ധിക്കണം. കമൻറ്റിലൂടെ വ്യക്തിപരമായ ഫലങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതല്ല, പ്രായോഗികമല്ല അതുകൊണ്ടാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് വരാം. വിശദമായി ഫലം. മേടം, അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം മേടക്കൂറുകാർക്ക് ശുഭകരമായ ഒരു ദിവസം തന്നെയാണ് ഈ ദിവസം. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മവിശ്വാസക്കുറവും അലസതയും എല്ലാ കാര്യത്തിലും സംശയദൃഷ്ടിയോടുകൂടി നോക്കുന്ന ഒരു സ്വഭാവവും ഈ ദിവസം ഉണ്ടാകും. എങ്കിലും ഇത് ശുഭകരമായ ദിവസം തന്നെയാണ്, മനസ്സിലാക്കണം. ഇങ്ങനെയൊക്കെ ഉണ്ടാകും. അതേപോലെ മനസ്സ്, ബുദ്ധി തുടങ്ങിയ കാര്യങ്ങൾ അത്ര വേണ്ട പോലെ പ്രവർത്തിക്കില്ല. മാതൃപിതൃസ്ഥാനീയരും അത്ര അനുകൂലമായിരിക്കില്ല. അഭിപ്രായ സ്ഥിരതയോട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയില്ല. അതേപോലെ നേത്രരോഗങ്ങൾ, ഉഷ്ണരോഗങ്ങൾ, ആസ്മ, മനോരോഗം, ഗർഭാശയ രോഗങ്ങളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം. ശുഭകരമാണെന്ന് പറഞ്ഞിട്ട് ഇത്രയും ദോഷങ്ങൾ പറഞ്ഞു അല്ലേ? പിന്നെ ഇനി ഇതെന്ത് ശുഭമുള്ളത് എന്നാണെങ്കിൽ
ഈ വക കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ കൊടുത്താൽ ഈ ദിവസത്തെ കുറച്ചുകൂടെ ശുഭകരമാക്കാമെന്നാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെയൊക്കെ ഉള്ളവർ ഇതൊക്കെ ഒന്ന് നിയന്ത്രിച്ച് ആത്മവിശ്വാസക്കുറവ് ഉണ്ടാവുമെന്ന് പറയുമ്പോൾ നമ്മുടെ പ്രവൃത്തി നമ്മൾ പുറകോട്ട് പോകാതിരിക്കുക. അതേപോലെ അലസത വരുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മാതൃപ്രതിസ്ഥാനികരോടൊക്കെ സംസാരിക്കുമ്പോൾ വേണ്ട സംയമനം പാലിക്കുക. കാരണം അവരനുകൂലമല്ലല്ലോ, അതുകൊണ്ട് അവരോട് സംയമനം പാലിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദിവസം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ പോകാൻ സഹായിക്കും. അതിനു വേണ്ടിയാണ് ഇത് പറയുന്നത്. അനുകൂലമുള്ള സമയത്ത് അവർ ഒരിത്തിരി വഴക്കുണ്ടാക്കിയാലും അത്ര വലിയ കുഴപ്പമൊന്നുമില്ല, 2 മിനിറ്റ് കഴിയുമ്പോൾ മാറും. പക്ഷെ അനുകൂലമല്ലാത്ത ദിവസങ്ങൾ ശ്രദ്ധിക്കണം. അതേപോലെ ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചു പോയാൽ അത് ഗുണകരമാകുമെന്നാണ് ഈ പറയുന്നത്. അതേപോലെ സഹോദര സ്ഥാനികർ പൊതുവെ അനുകൂലമാണ്. ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയുന്ന സമയമാണ്. കടബാധ്യതയൊക്കെ ശ്രദ്ധിച്ചാൽ കുറച്ചു കൊണ്ടുവരാനായിട്ട് കഴിയും. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമാണ്. വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതുകൊണ്ട് അതിൻ്റെ മേന്മയുണ്ടാകും. അതേപോലെ വിദ്യാർത്ഥികൾ ആയിരിക്കുന്നവർക്ക് അനുകൂലമാണ്. ഇങ്ങനെയുള്ള ശുഭഫലങ്ങളും ഇതിൽ വരുന്നുണ്ട്. ഇപ്പോൾ ദോഷഫലങ്ങളെ ശ്രദ്ധിക്കുക, ശുഭഫലങ്ങളെ സ്വീകരിക്കുക കേട്ടോ. അതേപോലെ ധനപരമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയും കരുതലും കൊടുക്കണം. പ്രത്യേകിച്ച് കരാറുകൾ പോലൊക്കെ എഴുതുമ്പോൾ നമ്മൾ മാത്രം നോക്കിയല്ല, വേറെ ആളെയും കൂടെ നോക്കിയിട്ട് കരാറുകളൊക്കെ എഴുതുന്നവർ ശ്രദ്ധിക്കണം. ഒരല്പ ദൈവാധീനക്കുറവ് ഉണ്ടാകുന്നൊരു ദിവസമാണിത്. അതുകൊണ്ട് ദൈവാധീനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ട കാര്യങ്ങളൊക്കെ മേടക്കൂറുകാർ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ്. മക്കളുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. തൊഴിൽ രംഗത്ത് അത്ര മേന്മയൊന്നുമില്ല. തൊഴിൽ രംഗത്ത് മനസ്സിന് പ്രയാസം, ടെൻഷനൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. അതുകൊണ്ട് അതൊക്കെ മനസ്സിലാക്കി തൊഴിൽ രംഗത്തെ സമീപിക്കണം. തൊഴിലാളികൾ അനുകൂലമായിരിക്കില്ല. സഹപ്രവർത്തകരിൽ നിന്നും മനസ്സിന് പ്രയാസമുള്ള ചില പ്രയാസങ്ങൾ ഉണ്ടാകും. മേലുദ്യോഗസ്ഥരും അനുകൂലമല്ല എന്ന് മനസ്സിലാക്കി തൊഴിൽ മേഖലയെ നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ തൊഴിൽ ദിവസത്തെ സ്വീകരിക്കുക. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെയൊക്കെ നമ്മൾ മനഃപൂർവ്വം അറിയാം, ഇതൊക്കെ ഉണ്ടാവുമെന്ന് അറിയാമല്ലോ. അപ്പോൾ അതൊക്കെ ഉണ്ടാകട്ടെ എന്ന് വിചാരിക്കാം. മനസ്സിനെ ശാന്തമാക്കാനായിട്ട് ശ്രദ്ധിച്ചെടുക്കാം. മേലുദ്യോഗസ്ഥരൊന്ന് ചൂടായാലും അത് ഞാൻ മനസ്സിൽ നേരത്തെ ചൂടാവുമെന്ന് എനിക്കറിയായിരുന്നു എന്നുള്ളത് കൊണ്ട്, അപ്രതീക്ഷിതമല്ലാത്തത് കൊണ്ട് അതിനെ നമുക്ക് വളരെ ഭംഗിയായി കൺട്രോൾ ചെയ്യാൻ കഴിയും. വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതുകൊണ്ട് പല മേന്മകളും അതിലൂടെ ഉണ്ടാക്കിയെടുക്കാനും മേടക്കൂറുകാർക്ക് കഴിയും. പൊതുവെ മേടക്കൂറുകാർക്ക് ശുഭകരം തന്നെ ആണ്. ഇടവം രാശി. ഇടവം രാശിക്കും അനുകൂലമാണ്. കാർത്തിക അവസാന 3/4 ഭാഗം, രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം. ഇടവൻ രാശിക്കാർക്ക് ശുഭകരമായൊരു ദിവസം തന്നെയാണ്. ആരോഗ്യ കാര്യത്തിലൊക്കെ കുറച്ച് നാളത്തേക്ക് കുറച്ച് പ്രയാസങ്ങളൊക്കെ വരുന്ന കാലഘട്ടമാണ്. ഒരു മാസത്തേക്ക് അത്ര മേന്മയൊന്നുമില്ല. എങ്കിലും ആരോഗ്യകാര്യത്തിൽ അല്ലെങ്കിൽ ഈ ദിവസം ആരോഗ്യം അല്പം ഭേദമായിരിക്കും. പൊതുവെ ആരോഗ്യം മേന്മയില്ലെങ്കിലും ഈ ദിവസം അല്പം അനുകൂലമാണ്. മനസ്സ് ബുദ്ധിയൊക്കെ അത്ര മേന്മയൊന്നുമില്ല. മാതൃപിതൃസ്ഥാനീയരിൽ നിന്ന് അത്ര അനുകൂലമായ സ്ഥിതി ഉണ്ടാവില്ല. ആസ്മ, മാനസികമായ അസ്വസ്ഥത, വൃക്കരോഗം ഒക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം. അതുപോലെ നേത്രരോഗമുള്ളവരും വളരെ ശ്രദ്ധിക്കണം. ഇടവക്കൂറുകാർക്ക് മനസ്സ് ബുദ്ധിയൊന്നും അത്ര അനുകൂലമായി പ്രവർത്തിക്കില്ല. അതുകൊണ്ട് തന്നെ ചെറിയ ഒരു ആത്മവിശ്വാസത്തിൻ്റെ കുറവ് പല കാര്യങ്ങളിലും കാണിക്കും. അതൊക്കെ അത് മനസ്സിലാക്കി ഇടവക്കൂറുകാർ മുന്നോട്ട് പോവുക. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. കടബാധ്യത വർദ്ധിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അപമാനവും അപകീർത്തിയും ഉണ്ടാകും. വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയാത്തത് കൊണ്ട് പല നഷ്ടങ്ങളും ഇടവക്കൂറുകാർക്ക് വരുന്ന ഒരു കാലഘട്ടമാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളും അത്ര മേന്മയൊന്നുമില്ല. വിദ്യാർത്ഥികൾക്കും അത്ര അനുകൂലമല്ല. ശുഭകരമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത്രയും ദോഷമല്ലേ പറഞ്ഞേ എന്നാണെങ്കിൽ ഈ കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ കൊടുത്തിട്ട് അത് ദോഷകരമാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.
ധനപരമായ കാര്യങ്ങളിൽ നേട്ടമുണ്ടാകും. സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ നേട്ടമുണ്ടാകും. മക്കളിൽ നിന്നും ജീവിത പങ്കാളിയിൽ നിന്നും അനുകൂലമായ സ്ഥിതി ഉണ്ടാവും. വാഹന സംബന്ധമായ കാര്യങ്ങളിൽ ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകാം. തൊഴിൽ രംഗത്ത് മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കും. തൊഴിലാളികളിൽ നിന്നും അനുകൂലമായ സമീപനങ്ങൾ ലഭിക്കും. പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനായിട്ട് ഈ കാലഘട്ടം അനുകൂലമാണ്. ഇത്രയും കാര്യങ്ങൾ ഗുണകരമല്ലേ? അപ്പോൾ ഗുണകരമായ കാര്യങ്ങൾ നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ അതോടൊപ്പം ദോഷകരമായ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ഈ ഗുണങ്ങളെ കൂടുതലായിട്ട് ഉണ്ടാകാൻ ശ്രമിക്കുകയും ചെയ്താൽ നമ്മളുടെ ഈ ദിവസം ശുഭമായിരിക്കും. അതുകൊണ്ടാണ് ശുഭകരമാണ്, ഈ ദിവസം ശുഭമാണെന്ന് പറയുന്നത്. ചിലയിടത്ത് എത്ര പ്രവർത്തിച്ചാൽ അനുകൂലമാവില്ല എന്നൊരവസ്ഥയുണ്ട്. ഇവിടെയൊക്കെ പ്രവർത്തിച്ചാൽ അനുകൂലമാകുന്ന രാശികളെ ശുഭകരം എന്ന് ഞാൻ പറയുന്നത് അത് മനസ്സിലാക്കുക നിങ്ങൾ. ഇടവക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് എന്നുള്ളതാണ്. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചാൽ അവർക്ക് ദോഷം ചെയ്യും, അത് മനസ്സിലാക്കുക. ഇനി മിഥുനക്കൂറുകാർക്കും ശുഭകരമായ ദിവസമാണ്. കാര്യം അവർക്ക് 10 ശനി, ജന്മവ്യാഴം, രാഹു 9 ഉണ്ടെങ്കിലും മിഥുനക്കൂറുകാർക്ക് ശുഭകരമാണ്. ആരോഗ്യ കാര്യത്തിൽ മേന്മയുണ്ടാകുന്ന സമയമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായതിനേക്കാൾ കൂടുതൽ മേന്മ ആരോഗ്യ കാര്യത്തിലുണ്ടാവും. രോഗികളായിട്ടുള്ളവർക്കൊക്കെ കുറേ ആശ്വാസം കിട്ടുന്ന സമയമാണ്. ആത്മവിശ്വാസത്തോടു കൂടി കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുകയും ചിന്തിക്കുകയും ചെയ്യാൻ കഴിയുന്ന ഒരു ദിവസമാണ്. അലസതയൊന്നും ഉണ്ടാവില്ല. മനസ്സ് ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃപിതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. ഗുരുസ്ഥാനീയരിൽ നിന്നും അല്പം അനുകൂലമൊക്കെ ലഭിക്കും. ചില നല്ല വാക്കുകളൊക്കെ മറ്റുള്ളവരിൽ നിന്ന് കേൾക്കാൻ കഴിയും. ഗുരുസ്ഥാനീയർ അനുകൂലം എന്ന് പറഞ്ഞാൽ അതാണ്. കുറച്ച് നല്ല വല്ലാണ്ട് ഇപ്പോൾ നമ്മളുടെ പണ്ട് കാലത്ത് പോയ ഗുരുവിനെ കണ്ടുകൊള്ളുന്നൊന്നുമല്ല. നല്ല വാക്കുകൾ, ഒരു അനുഗ്രഹപരമായ വാക്കുകളൊക്കെ കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല മിഥുനക്കൂറുകാർക്ക്. കടബാധ്യത വർദ്ധിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ആവശ്യമില്ലാതെ ദേഷ്യം വരികയാണെങ്കിൽ അത് നിയന്ത്രിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. വാക്കുകൾ അനുകൂലമായിരിക്കും. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമാണ്. നല്ല വാക്കുകൾ പറയുന്നത് കൊണ്ടുള്ള മേന്മയുണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ദിവസമാണ്. ധനപരമായ കാര്യങ്ങളിൽ ചെറിയ നഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അത് തൊഴിൽ മേഖലയെയും ബാധിക്കും. തൊഴിൽ മേഖലയിൽ അല്പം ശ്രദ്ധയും കരുതലും കൊടുക്കണം. തൊഴിലാളികൾ അത്ര മേന്മയുള്ളവരൊന്നായിരിക്കില്ല. സഹപ്രവർത്തകരും അത്ര ഗുണകരമായിരിക്കില്ല. പക്ഷെ മേലുദ്യോഗസ്ഥരിൽ നിന്ന് ചില അനുകൂലമായ സമീപനങ്ങളൊക്കെ മിഥുനക്കൂറുകാർക്കുണ്ടാകും. ജീവിത പങ്കാളി അനുകൂലമായിരിക്കും. മക്കൾ അത്ര മേന്മ എന്ന് പറയാൻ കഴിയില്ല. ചെറിയ കലയങ്ങളൊക്കെ മക്കളായിട്ടുണ്ടാകും, അത്രേ ഉള്ളൂ. പൊതുവെ കുടുംബത്തിലൊരു സ്വസ്ഥത ലഭിക്കുന്ന ദിവസമാണ്. അപ്പോൾ മിഥുനക്കൂറുകാർക്ക് ഗുണകരമായ കാര്യങ്ങൾ തന്നെയാണ് കൂടുതൽ. കുറച്ച് ദോഷങ്ങളുണ്ട്, അത് ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മിഥുനക്കൂറുകാർക്ക് ഈ ദിവസം ശുഭകരമാക്കി തന്നെ തീർക്കാൻ കഴിയും. ഇനി മിഥുനം കഴിഞ്ഞ കർക്കിടകം. പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം. കർക്കിടകക്കൂറുകാർക്ക് കഠിന ദോഷമുള്ള സമയമാണ്. വളരെ ശ്രദ്ധിക്കണം. 12 വ്യാഴം, 8 രാഹു, 9 ശനി, 2 കേതു. കഠിന ദോഷമുണ്ട്. ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ വേണം. പിത്തവാത രോഗമുള്ളവർ, അതുപോലെ അങ്ങനെയുള്ളവരൊക്കെ ശ്രദ്ധിക്കണം. പൊള്ളലേൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള തൊഴിലൊക്കെ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. നേത്രരോഗങ്ങൾ, ഉഷ്ണരോഗങ്ങൾ ഒക്കെ ഉണ്ടാകും. ആസ്മ, മാനസികമായ അസ്വസ്ഥത, ഗർഭാശയ രോഗങ്ങളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം. മനസ്സ് ബുദ്ധിയൊന്നും അത്ര അനുകൂലമല്ല. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഒരു തടസ്സവും പ്രയാസവും ഒന്നും ചെയ്യാൻ തോന്നാത്ത ഒരവസ്ഥയും ഈ ദിവസങ്ങളിൽ ഉണ്ടാകും. മാതൃപിതൃസ്ഥാനീയർ അത്ര അനുകൂലമല്ല. അഭിപ്രായ സ്ഥിരതയോടെ കാര്യങ്ങൾ ചെയ്യാനും അത്ര
ചെയ്യാനും കഴിയാത്ത ഒരു ദിവസമായിരിക്കും ഇത്. അതേപോലെ എന്നാൽ ഇത്രയൊക്കെ ദോഷങ്ങളുണ്ട്. അപ്പോൾ അതുണ്ടാകാതിരിക്കാൻ നോക്കുക. ഇനിയോ സഹോദരസ്ഥാനീയർ ഗുണകരമായിരിക്കും. ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയും. കടബാധ്യതയും ശ്രദ്ധിച്ചാൽ കുറച്ചു കൊണ്ടുവരാൻ കഴിയും. ഇത് ഒരു ഗുണമല്ലേ. അപ്പം ഈ ഗുണങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ കഠിനമായ ദോഷമാണെങ്കിലും അതിനിടയ്ക്ക് ചെറിയ ഗുണങ്ങളും ഇവർക്ക് ഉണ്ടാകും എന്ന് മനസ്സിലാക്കുക. ദോഷങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കണം ഉണ്ടാകാതിരിക്കാൻ. അപ്പോൾ ഇങ്ങനെയുള്ള ഗുണങ്ങൾ ഉണ്ടാകും. എന്നാൽ ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമാകില്ല. വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം. വാക്കുകൾ മൂലം ചില പ്രയാസങ്ങളുണ്ടാവും. ധനപരമായ നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വാക്കുകൾ മൂലം ധനവും ചിലപ്പോൾ നഷ്ടപ്പെടും. അതുകൊണ്ട് അതുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. മക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസവും കലഹവും ഉണ്ടാകും. വാക്കുകൾ മൂലം ഉണ്ടാകുന്ന പ്രശ്നമാണ്. അപ്പോൾ അത് നിയന്ത്രിച്ചാൽ അത് ഒഴിവാക്കാൻ കഴിയും. ജീവിത പങ്കാളി അനുകൂലമായിരിക്കും. തൊഴിൽ മേഖലയിലും മറ്റും അവരുടെ സഹായ സഹകരണങ്ങൾ കിട്ടും. ജീവിത പങ്കാളി അനുകൂലമായാൽ തന്നെ ഏതാണ്ട് പകുതി പ്രശ്നങ്ങൾ കുറയും. കുടുംബത്തിലാണെങ്കിലും ഒരു സ്വസ്ഥത സമാധാനമൊക്കെ ഉണ്ടാവും. അതും ഗുണകരമായ ഒരിതാണ്. അപ്പോൾ ദോഷമാണ്, കഠിന ദോഷമാണെങ്കിലും അതിനിടയ്ക്ക് ചെറിയ ഗുണങ്ങൾ ഉണ്ടാവും എന്ന് എല്ലാവരും മനസ്സിലാക്കണം. ദോഷം മാത്രമല്ല, പക്ഷെ ദോഷകരമായ കാര്യങ്ങളായിരിക്കും കൂടുതലായിട്ട് അനുഭവപ്പെടുക. നമ്മൾ കുറച്ച് ഗുണകരമാക്കണമെന്ന് വെച്ച് ശ്രമിച്ചാലും ആ ശ്രമം വിഫലമാകാനുള്ളൊരു സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ ശ്രമിക്കാതിരിക്കുക എന്നല്ല, വിഫലമാകും എന്നറിഞ്ഞ് ശ്രമിക്കുക. ഇപ്പോൾ കുഴപ്പമില്ല. അങ്ങനെ ശ്രദ്ധിച്ച് എന്നാൽ അത് ഒരുപാട് ദോഷങ്ങൾ വരാതിരിക്കാനായിട്ട് ആ ശ്രദ്ധ നമ്മളെ സഹായിക്കും. അങ്ങനെ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഫലം ചെയ്യുന്നത്. ആ ഒരു ഉദ്ദേശമാണ് എൻ്റേത്. അതുകൊണ്ടാണ് ഞാനിത് ഇത്രയും വ്യക്തമായിട്ട് പറയുന്നത്. തൊഴിൽ മേഖലയിൽ അത്ര മേന്മയല്ല. മേലുദ്യോഗസ്ഥനെന്ന് മനസ്സിന് പ്രയാസകരമായ ചില അനുഭവം ഉണ്ടാവാം. തൊഴിലാളികളും അത്ര അനുകൂലമല്ല. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് കർക്കിടകക്കൂറുകാർ. ഇത്രയും ശ്രദ്ധിച്ചു പോകുക. കഠിന ദോഷമുള്ള ദോഷമാണെങ്കിലും നന്നായിട്ട് നാമം ജപിച്ചൊക്കെ പോയാൽ ദോഷം കുറയും. അത് മനസ്സിലാക്കണം. ഇനി ചിങ്ങം. ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായ ദിവസമാണ്. 8 മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗമാണ് ചിങ്ങം. ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. ആരോഗ്യ കാര്യങ്ങൾ അത്ര അനുകൂലമല്ല. ആത്മവിശ്വാസവും അലസതയും പോലെ ചില നഷ്ടങ്ങൾ ഉണ്ടാവും. എന്നാൽ മനസ്സ് ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. അതുകൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ആലോചിച്ച് പരിഹരിക്കാനും കഴിയും. അഭിപ്രായ സ്ഥിരതയോട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. വിളർച്ച, ദഹനക്കുറവ് എന്നിവയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് ആഹാര കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ചിങ്ങക്കൂറുകാർ. ഇവർക്ക് സഹോദരസ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. കടബാധ്യത വർദ്ധിക്കും. ചെറിയ അപമാനമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതേപോലെ ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല. വാക്കുകൾ മൂലം കലഹമുണ്ടാകും. എടുത്തുചാട്ടം, മുൻകോപം ദോഷം ചെയ്യും. അതൊക്കെ ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾക്കും അനുകൂലമല്ല. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഗുണദോഷ സമ്മിശ്രമാണെന്ന് പറഞ്ഞിട്ട് ഗുണം തന്നെ ദോഷം തന്നെ പറഞ്ഞു അല്ലേ. എന്നാൽ ഇവർക്ക് ദൈവാധീനം ഉണ്ടാകുന്ന ഒരു ദിവസം കൂടെയാണ്. ദൈവാധീനത്തിന് അനുകൂലമായ കാലഘട്ടമാണ്. അപ്പോൾ എന്തൊക്കെ ദോഷങ്ങളുണ്ടെങ്കിലും ദൈവാധീനം ഉണ്ടെങ്കിൽ അത് ശുഭകരമായി തീർക്കാൻ കഴിയും. ദോഷങ്ങളെ കുറയ്ക്കാൻ കഴിയും. അപ്പോൾ ഗുണദോഷ സമ്മിശ്രമാവുമല്ലോ. ധനപരമായ കാര്യങ്ങളിൽ നേട്ടം ഉണ്ടാകും. മക്കളും ജീവിത പങ്കാളിയും അനുകൂലമായിരിക്കും. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാവും. അത് തന്നെയല്ലേ വലിയൊരു ഗുണം. പല കാര്യങ്ങളും അതിലൂടെ നമുക്ക് പരിഹരിച്ചെടുക്കാനും കഴിയും. മക്കളും ജീവിത പങ്കാളിയും ഒക്കെ അനുകൂലമാണെങ്കിൽ മറ്റ് പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ പരിഹരിക്കാം. അപ്പോൾ അവരനുകൂലമാകുകയും ഈശ്വരാധീനം ഉണ്ടാകുകയും ചെയ്താൽ ഗുണദോഷ സമ്മിശ്രം എന്ന് പറയാൻ പറ്റും നമുക്ക്. അതുകൊണ്ടാണ് ചിങ്ങം അതിലേക്ക് വന്നത്. എന്നാൽ തൊഴിൽരംഗത്ത് അത്ര മേന്മയൊന്നുമില്ല. മേലുദ്യോഗസ്ഥരിൽ നിന്നും അനുചിതമായ സുഹൃത്തുക്കൾ മൂലവും ചില പ്രയാസങ്ങളുണ്ടാവും. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. കന്നി. ഉത്തരം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്ര ആദ്യ പകുതി ഭാഗം. കന്നിക്കൂറുകാർക്കും ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്.
അവർക്ക് ആരോഗ്യകാര്യം അനുകൂലമല്ല. അലസത വളരെയധികം ശ്രദ്ധിക്കണം. മനസ്സ് ബുദ്ധി ഒന്നും അനുകൂലമായി നിൽക്കില്ല. ആസ്മ, മാനസികമായ അസ്വസ്ഥത, ഉദര രോഗങ്ങളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. ചെറിയ കടബാധ്യത വർദ്ധിക്കും. ധനപരമായ നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. എന്നാൽ വാക്കുകൾ വളരെ അനുകൂലമായിരിക്കും. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കും. വിദ്യാർത്ഥികൾക്കും അനുകൂലമായിരിക്കും. ചില കഫരോഗങ്ങൾ, അതുപോലെ കേസ് പോലുള്ള കാര്യങ്ങൾ, ഒത്തുതീർപ്പ് വ്യവസ്ഥകളൊക്കെ ചിലപ്പോൾ അനുകൂലമായി വരാൻ സാധ്യത വളരെ കുറവുള്ളൊരു ദിവസമാണ്. ജീവിത പങ്കാളി അനുകൂലമായിരിക്കും. മക്കളും ഒരു പരിധി വരെ അനുകൂലമായിരിക്കും. അത്ര മേന്മയൊന്നുമില്ല, എങ്കിലും അനുകൂലമായിരിക്കും. തൊഴിൽ രംഗത്ത് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും, പ്രത്യേകിച്ച് മേലുദ്യോഗസ്ഥരിൽ നിന്ന് ഉണ്ടാകും. അതേപോലെ കൂടെ വർക്ക് ചെയ്യുന്നവരും തൊഴിലാളികളും അത്ര മേന്മയുള്ളവരായിരിക്കില്ല എന്ന് മനസ്സിലാക്കുക. ഇനി തുലാം രാശി. തുലാം രാശിക്ക് ഗുണകരമായ ദിവസമാണ്, മേന്മയുള്ള ദിവസമാണ്. ചിത്തിര അവസാന പതിഭാഗം, ചോതി വിശാഖ ആദ്യ മുക്കാൽ ഭാഗം. തുലാം രാശിയെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യകാര്യങ്ങളിൽ മേന്മയുണ്ട്. ആത്മവിശ്വാസത്തോടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. അലസതയൊന്നും ഉണ്ടാവില്ല. മനസ്സ് ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ നിൽക്കും. അഭിപ്രായ സ്ഥിരതയോടെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. എന്നാൽ സഹോദര സ്ഥാനീയർ ഇവർക്ക് അനുകൂലമായിരിക്കില്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. കണ്ടില്ലേ, കുറച്ച് ഗുണകരമാണ്, എങ്കിലും ഇവർക്ക് കണ്ട ദോഷങ്ങളുണ്ട്. കടബാധ്യത വർദ്ധിക്കും. മറ്റുള്ളവരിൽ നിന്ന് മനസ്സിന് പ്രയാസകരമായ വാക്കുകൾ കേൾക്കേണ്ടി വരും. ഇതൊക്കെ ഈ സമയത്ത് ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. എന്നാൽ നല്ല ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കും. സുഹൃബന്ധം, നല്ല സുഹൃത്തുക്കളുണ്ടാവും. സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നൊക്കെ അനുകൂലം ഉണ്ടാകും. വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും, അതിൻ്റെ മേന്മയുണ്ടാവും. മക്കളിൽ നിന്ന് അനുകൂലമായ സ്ഥിതി ഉണ്ടാവും. കുറച്ച് ദൈവാധീനമുള്ളൊരു സമയമാണ്. ധനപരമായ കാര്യങ്ങളിൽ നേട്ടമുണ്ടാകും. തൊഴിൽ രംഗത്ത് പുതിയ പഠന മേഖലകളൊക്കെ കണ്ടെത്താനും പഠിക്കാനും കഴിയും. പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുവാനും കഴിയും. പുതിയ അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യും. എന്നാൽ ജീവിത പങ്കാളി അത്ര അനുകൂലമല്ല. വാഹന സംബന്ധമായ കാര്യങ്ങൾ അത്ര അനുകൂലമല്ല. വാഹനമൊക്കെ ഓടിക്കുമ്പോൾ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വളരെ ശ്രദ്ധ ആവശ്യമായൊരു ദിവസം കൂടെയാണ്. പൊതുവെ ശ്രദ്ധയോടുകൂടി പോയാൽ ഒരു ശുഭകരമായ ദിവസമാക്കാൻ, ഈ ദിവസത്തെ ആക്കി മാറ്റാൻ തുലാക്കുറുകാർക്ക് കഴിയും. അവർക്ക് ശുഭകരമായ ദിവസം തന്നെ ആണ്. വൃശ്ചികം ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമാണ് വൃശ്ചികം. വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. വൃശ്ചികക്കാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യത്തിന് മേന്മയുള്ള സമയമാണ്. അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ആത്മവിശ്വാസം നിലനിൽക്കും. മനസ്സ് ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. അഭിപ്രായ സ്ഥിരതയോടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. സഹോദര സ്ഥാനീയർ അനുകൂലമാണ്. ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയും. കടബാധ്യത വളരെ ശ്രദ്ധിച്ച് കുറച്ചു കൊണ്ടുവരാനായിട്ടും കഴിയും. എന്നാൽ വാക്കുകൾ മൂലം ചില നഷ്ടങ്ങളുണ്ട്. ഇത്രയൊക്കെ ഗുണമായില്ലേ ഗുണദോഷ സമ്മിശ്രത്തിൽ. ഇനി കുറച്ച് ദോഷങ്ങളുണ്ട്. വാക്കുകൾ അത്ര അനുകൂലമായിരിക്കില്ല. വാക്കുകൾ മൂലം ചില പ്രശ്നങ്ങളുണ്ടാവും. അതേപോലെ ന്യൂറോ ഡിസീസ് ഉള്ളവർ ശ്രദ്ധിക്കണം. പനി ഒക്കെ വരാനുള്ളൊരു സാധ്യത കാണണം. മക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസവും ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങളും ഉണ്ടാകും. എന്നാൽ ജീവിത പങ്കാളി അനുകൂലമാണ്. വാഹനപരമായ കാര്യങ്ങളിൽ നിന്ന് ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകാം. തൊഴിൽ മേഖലയിൽ മേലുദ്യോഗസ്ഥരിൽ നിന്ന് അനുകൂലമായ സമീപനം ഉണ്ടാകാമെങ്കിലും തൊഴിലാളികൾ അനുകൂലമായിരിക്കില്ല. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. അപ്പോൾ ദോഷങ്ങളല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇനി ധനു മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. ധനുരാശിക്കും ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. ഇവരുടെ മനസ്സ് ബുദ്ധിയൊന്നും അത്ര അനുകൂലമായിരിക്കില്ല. മാതൃപിതൃസ്ഥാനീയർ അനുകൂലമല്ല.
ഒരാത്മവിശ്വാസക്കുറവും അലസതയും ഉണ്ടാകും. ഉഷ്ണരോഗം, നേത്രരോഗങ്ങൾ, ആസ്മ, മാനസികമായ അസ്വസ്ഥത, ടെൻഷൻ, ഇങ്ങനെയൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. കടബാധ്യത വർദ്ധിക്കും. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. വാക്കുകൾ അത്ര അനുകൂലമായിരിക്കില്ല ഉപയോഗിക്കുന്നത്. അതുകൊണ്ടുള്ള ചില ദോഷങ്ങൾ ഉണ്ടാകുന്നു. വാക്കുകൾ ഉപയോഗിക്കണം, വളരെയധികം ശ്രദ്ധിക്കണം. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല. വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല. ചില അപമാനമോ അപകീർത്തിയൊക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഉണ്ടാകാൻ സാഹചര്യമുള്ളിടത്തുനിന്ന് മാറിപ്പോവാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കണം. വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കളിയാക്കലുകളൊക്കെ കേൾക്കാൻ മനസ്സുകൊണ്ട് തയ്യാറാകുക. എന്നിട്ട് ഇതൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും. എന്നാൽ ധനപരമായ കാര്യങ്ങളിൽ നേട്ടമാണ്. തൊഴിൽ രംഗത്ത് ചെറിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുമെങ്കിലും സാമ്പത്തിക മേഖലയിൽ ചെറിയ മേന്മയുണ്ടാകും. ജീവിത പങ്കാളിയും മക്കളും പൊതുവെ അനുകൂലമാണ്. അതൊക്കെ ഈ സമയത്ത് ഗുണങ്ങളായി വരുന്ന കാര്യങ്ങളാണ്. തൊഴിൽ രംഗത്ത് ചെറിയ പ്രയാസങ്ങൾ തൊഴിലാളികളിൽ നിന്ന് സഹപ്രവർത്തനം ഉണ്ടാകും. എങ്കിലും ദൈവാധീനമുള്ള ഒരു ദിവസമായതുകൊണ്ട്, ദൈവാധീനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ദിവസമായതുകൊണ്ട് അത് ശ്രദ്ധിച്ചാൽ പല പ്രശ്നങ്ങളെയും നല്ല രീതിയിൽ പരിഹരിച്ച് ഒരു ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാക്കി നമുക്ക് മാറ്റാൻ കഴിയും. മകരക്കൂറ് കഠിന ദോഷമാണ്. മകരക്കൂറ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം വിട്ട് ആദ്യ പകുതി ഭാഗം. ആരോഗ്യ അനുകൂലമല്ല. ആത്മവിശ്വാസം ഉണ്ടാവില്ല. അലസത, മനസ്സ് ബുദ്ധി അനുകൂലമല്ലാതിരിക്കുക. മാതൃസ്ഥാനീയർ അനുകൂലമല്ലാതിരിക്കുക. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം, കടബാധ്യത, അപമാനം, അപകീർത്തി, വാക്കുകൾ മൂലമുള്ള നഷ്ടം, ആരോഗ്യ പ്രശ്നങ്ങൾ, കേസ് മുതലായ കാര്യങ്ങൾ ഒക്കെ ഉണ്ടാകും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഒട്ടും അനുകൂലമല്ല മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. കഫരോഗങ്ങൾ ഉണ്ടാവും. ജീവിത പങ്കാളിയും മക്കളും ഒന്നും അത്ര അനുകൂലമായ അവസ്ഥയിലായിരിക്കില്ല. എന്നാൽ അവർക്ക് തൊഴിൽ രംഗത്ത് ചില നേട്ടങ്ങളുണ്ടാവും. ധനപരമായ ചില നഷ്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും സാമ്പത്തികമായ ചില മേന്മകളും ഇവർക്കുണ്ടാകും. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ദൈവാധീനം വളരെ കുറവാണ്. ആരോഗ്യ പ്രശ്നങ്ങളിലും ശ്രദ്ധിക്കണം. കുംഭം അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. കുംഭക്കാർക്ക് ദോഷമാണ്, ദോഷകരമായ ദോഷമാണ്. എങ്കിലും അവർക്ക് ദൈവാധീനം ഒരു പരിധിവരെ ഉണ്ടാകും. ആരോഗ്യകാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ആത്മവിശ്വാസം വിടാതിരിക്കാൻ ശ്രദ്ധിക്കണം. അലസത ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും. മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. എന്നാൽ പിതൃസ്ഥാനീയരിൽ നിന്നും മനസ്സിന് പ്രയാസകരമായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാവാം. ഒരു അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. കടബാധ്യത വർദ്ധിക്കും. അപമാനം അപകീർത്തിയൊക്കെ ഉണ്ടാകും. വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കണം. അപകടമുണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് അപകടകരമായ തൊഴിൽ ചെയ്യുന്നവർ, വാഹനമൊക്കെ ഓടിക്കുന്നവരൊക്കെ വളരെ അശ്രദ്ധമായി ഇതൊന്നും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. മക്കൾ അനുകൂലമായിരിക്കും. പക്ഷെ ജീവിത പങ്കാളി അത്ര അനുകൂലമായിരിക്കില്ല. ധനപരമായ കാര്യങ്ങളിൽ ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. സാമ്പത്തിക കാര്യങ്ങൾ ഒരു പരിധി വരെ നടന്നു കിട്ടും. വായ്പ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും. പക്ഷെ കടബാധ്യത വർദ്ധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസം കൂടെയാണ് കുംഭക്കൂറുകാരെന്ന് മനസ്സിലാക്കണം. ഒരു കാരണവശാലും കുംഭക്കൂറുകാർ ലഹരി ഉപയോഗിക്കരുത് ഈ ദിവസം. മീനംകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. ആരോഗ്യ കാര്യത്തിലൊക്കെ മേന്മയുണ്ടാകും. പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതിയാണ് കേട്ടോ. ആരോഗ്യ കാര്യത്തിൽ മേന്മയുണ്ടാകും. ആത്മവിശ്വാസം ഉണ്ടാകും. അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. മനസ്സ് ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ നിൽക്കും. മാതൃപിതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. അഭിപ്രായ സ്ഥിരതയോട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. എന്നാൽ സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുദോഷം ഉണ്ടാകും. കടബാധ്യത വർദ്ധിക്കും. മറ്റുള്ളവരിൽ നിന്ന് അപമാനകരമായ വാക്കുകളൊക്കെ ചിലപ്പോൾ കേൾക്കേണ്ടി വരും. പ്രയോഗിക്കുന്ന വാക്കുകളും അത്ര അനുകൂലമായിരിക്കില്ല. അപ്പോൾ അതല്ലേ പ്രയോഗിക്കുന്നതല്ലേ തിരിച്ചു കിട്ടും. ഡിപ്പോസിറ്റ് ചെയ്യുന്നത് പലിശ സഹിതം തിരിച്ചു കിട്ടുമല്ലോ. അപ്പോൾ ഡിപ്പോസിറ്റ് ചെയ്യാമെന്നത് ശ്രദ്ധിക്കുക. അപ്പോൾ ഗുണകരമായ വാക്കുകൾ വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കണം.
അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. വാഹന സംബന്ധമായ നേട്ടങ്ങൾ ഉണ്ടാവാം. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. തൊഴിൽ രംഗത്ത് ചില ഒട്ടും അനുകൂലമല്ല, പ്രയാസകരമായ അവസ്ഥയാണ്. സാമ്പത്തിക കാര്യത്തിൽ ഒട്ടും അനുകൂലമല്ല. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ഇതൊരു പൊതുഫലമാണ്. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ. അമ്മേ ഭഗവതി.